സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം മെയ് 2-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്യുന്നത്. ഇതിലേക്കാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ക്ഷണമില്ലാത്തത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച പട്ടികയിലാണ് വി.ഡി. സതീശന്റെ പേര് വെട്ടിയത്. ശശി തരൂർ എം.പിയുടെയും വിഴിഞ്ഞം എം.എൽ.എ. എം. വിൻസെന്റിന്റെയും പേര് ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. സർക്കാരിന്റെ വാർഷികാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് സർക്കാരിന്റെ ഒഴിവാക്കൽ. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ചടങ്ങെന്നാണ് വിശദീകരണം. ട്രയൽ റൺ ഉദ്ഘാടനത്തിലും പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായിരുന്നില്ല. പകരം ആദ്യ കപ്പലെത്തുന്ന സ്വീകരണ ചടങ്ങിൽ മാത്രമാണ് വി.ഡി. സതീശനെ ക്ഷണിച്ചത്. കഴിഞ്ഞ ദിവസം തുറമുഖത്തിന്റെ കമ്മീഷൻ ഒരുക്കങ്ങൾ മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു. തുറമുഖ മന്ത്രി വി.എൻ. വാസവൻ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം.ഡി. ദിവ്യ എസ്. അയ്യർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി കുടുംബസമേതമാണ് വിഴിഞ്ഞത്തെത്തിയത്. മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ എത്തിയതും വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് തുറമുഖത്ത് പോലീസിന്റെയും എസ്.പി.ജിയുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയൊരുക്കും. വിഴിഞ്ഞം തുറമുഖ പരിധിയിലുള്ള കടലിന്റെ വിസ്തൃതമായ പരിധിയിലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിമാനത്താവള പരിധിയിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ കടൽ ആകാശ പരിധിയിലും നിരീക്ഷണവും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.